ട്രാവൽ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കളിത്തട്ടുകളെക്കുറിച്ചാണ്. പുതിയ തലമുറയ്ക്ക് കളിത്തട്ടുകൾ എന്ന് പറയുന്നത് പെട്ടെന്ന് ഓർമ്മ വരണമെന്നില്ല. എന്നാൽ പഴയ തലമുറയ്ക്ക് കളിത്തട്ടുകളും വഴിയമ്പലങ്ങളും ചുവടുതാങ്ങുകളുമൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു. ഇന്ന് കേരളത്തിലൂടെ കളിത്തട്ടുകൾ തേടി ഇറങ്ങുകയാണെങ്കിൽ വിരലിൽ എണ്ണാവുന്നത്രയുമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. വർത്തമാനകാലത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്ന കളിത്തട്ടുകളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ അടുത്ത ദിവസം എൻ്റെ വീടിനടുത്തുള്ള പറക്കോട് ശ്രീ മുല്ലൂർക്കുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പോയി. അവിടെ വെച്ച് എൻ്റെ കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളായ കണ്ണനെയും പൊടിക്കുട്ടനെയൊക്കെ കാണാനിടയായി. ഞങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു ഫാമിലി അവിടെ നിന്ന് കുഞ്ഞിന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മഴ ചെറുതായിട്ട് ചാറാൻ വരുന്നൊരു സമയം കൂടിയാണ്. കൂട്ടത്തിലുണ്ടായിരുന്ന മുതിർന്ന ആൾ പറയുന്നു ആ സ്റ്റേജിൽ പോയിരുന്ന് ആഹാരം കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ അവിടേക്ക് തിരിഞ്ഞു നോക്കി, ഏതാണ് സ്റ്റേജ്? പൊടിക്കുട്ടൻ പറഞ്ഞത് സ്റ്റേജ് അല്ല, നമ്മുടെ കളിത്തട്ടിനെ കുറിച്ചാണ് അവർ പറയുന്നതെന്ന്. അങ്ങനെയാണ് മറന്നുകിടന്ന കളിത്തട്ട് വീണ്ടും മനസ്സിലേക്ക് ഓടി കയറി വന്നത്. ആ ഒരു സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. എന്തിനാണ് ഈ കളിത്തട്ടുകൾ നിർമ്മിച്ചിരുന്നതൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടായേക്കാം. ഒരു കാലത്ത് നമ്മൾ പറയുന്നത് പോലെ പണ്ട് ആണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ പോലെ വാഹന സൗകര്യമോ ടെമ്പോ ട്രാവലറോ ഓട്ടോറിക്ഷയോ ബസ്സോ ഒന്നും ഇല്ലായിരുന്ന ഒരു കാലത്ത് മനുഷ്യർ എങ്ങനെ സഞ്ചരിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. വളരെ ദൂരദേശത്തു നിന്നും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ കൊണ്ടുപോയി വിൽക്കണം. വാഹന സൗകര്യങ്ങളില്ല. എന്തു ചെയ്യും മനുഷ്യർ? വളരെ സാധാരണക്കാരായ ഈ മനുഷ്യർ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് തലയിൽ ചുമന്ന് മാർക്കറ്റിലേക്ക് വരും. പറക്കോടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രശസ്തമായ അനന്തരാമപുരം മാർക്കറ്റുണ്ട്. ഈ തെക്കൻ കേരളത്തിൻ്റെ വലിയൊരു വിപണിയായിരുന്നു ഈ പ്രദേശം. അവിടേക്കാണ് തലയിൽ ചുമന്നുകൊണ്ട് കൃഷിക്കാരായ മനുഷ്യർ, അവരുടെ കൂടെ വേല ചെയ്തിരുന്ന മനുഷ്യർ ചേനയും കാച്ചിലും അതുപോലെ വെറ്റയും ഒക്കെയായിട്ട് ചന്തയിലേക്ക് വരുന്നത്. ഇങ്ങനെ ദീർഘമായ യാത്ര ചെയ്തു വരുന്ന സമയത്ത് ഈ മനുഷ്യർ തളർന്നു പോകും. അവർക്ക് എവിടെയെങ്കിലും ഇരുന്ന് വിശ്രമിക്കണം. ആ ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ ഭരണാധികാരികൾ, ഒരുപക്ഷെ കായംകുളം രാജാവിൻ്റെ കാലത്താണ് ഇത് കൂടുതലും നിർമ്മിക്കപ്പെട്ടതെന്ന് കേട്ടിട്ടുണ്ട്, കളിത്തട്ടുകളും വഴിയമ്പലങ്ങളും ഒക്കെ. ഏതെങ്കിലും ഒരു തണലുള്ള പ്രദേശം നോക്കി, ഏതെങ്കിലും ജലസൗകര്യമുള്ളൊരു പ്രദേശം നോക്കി കളിത്തട്ടുകൾ നിർമ്മിച്ചു വച്ചിരുന്നു. ഒരു മണ്ഡപം പോലെയാണ് ഈ കളിത്തട്ടുകൾ നിർമ്മിച്ചിരുന്നത്. ഈ കളിത്തട്ടുകൾക്ക് അടുത്തായി തന്നെ ചുവടുതാങ്ങി ഉണ്ടാവും. ചുവടുതാങ്ങി നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? രണ്ട് കല്ലുകൾ കീറി അതിന് മുകളിൽ മറ്റൊരു കല്ല് വെച്ച് ഒരു മനുഷ്യൻ്റെ തലയുടെ ഉയരത്തിലാണ് ഈ ചുവടുതാങ്ങികൾ സെറ്റ് ചെയ്യുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിച്ചാൽ, തലയിൽ വെച്ചിരിക്കുന്ന ആ ഭാരമുള്ള സാധനങ്ങൾ കൊട്ടയോടുകൂടി അല്ലെങ്കിൽ ചാക്കോടുകൂടി ആ ചുവടുതാങ്ങിയുടെ മുകളിലേക്ക് കയറ്റി വെക്കും. കുറച്ചു നേരത്തെ വിശ്രമം കഴിഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് സ്വന്തം കൈകൊണ്ട് തന്നെ നിരക്കി തലയിലേക്ക് കയറ്റി നടന്നു പോകാൻ പറ്റും. അങ്ങനെ ചുവടുതാങ്ങികൾ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ വഴിയമ്പലങ്ങൾ, കളിത്തട്ടുകൾ പോലെ തന്നെ വഴിയമ്പലങ്ങൾ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ കളിത്തട്ടുകൾക്കടുത്തായി ഒരു കുളമോ ഒരു കിണറോ ഉണ്ടാവും. ദൂരെ നിന്ന് നടന്നു വരുന്ന ആൾക്കാർക്ക് ആ കുളത്തിലിറങ്ങി കുളിക്കാം, തൊട്ടപ്പുറത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാം. മുറുക്കാനിടിക്കാനുള്ള കുഴിയുള്ള കല്ലുകൾ ഉണ്ടായിരുന്നു. ഈ കളിത്തട്ടിന് മുകളിൽ വളർന്നു നിൽക്കുന്ന തണുപ്പേകുന്ന ഒരു മരവും ഉണ്ടാവും. ഒരു ദീർഘവീക്ഷണമുള്ള ഒരു നിർമ്മാണമായിരുന്നു അത്. ഈ കളിത്തട്ടുകളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലായത്, കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടും സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടും കളിത്തട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. വയലേലകൾ ചുറ്റുമുണ്ടാകുന്ന ഒരു സ്ഥലം കൂടി കണ്ടുകൊണ്ട് കളിത്തട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കൃഷിയിടങ്ങളിൽ കർമ്മം ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകൾ ഇടവേളകളിൽ വിശ്രമിക്കാൻ ഈ കളിത്തട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവരവിടെ വന്നിരുന്ന ആഹാരം കഴിക്കും.
ചിലപ്പോൾ കുറച്ചേരം ഒന്ന് കിടന്ന് ഉറങ്ങി വീണ്ടും പണിക്ക് പോകും. അതുപോലെ നാട്ടിലെ ചില സാംസ്കാരിക കൂട്ടായ്മകൾ ഈ കളിത്തട്ടുകളിരുന്ന് ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. പലവിധമായ മാനങ്ങളുള്ളതാണ് ഈ കളിത്തട്ടെന്ന് പറയുന്നത്. ചരിത്രപരമായ വളരെ വലിയ പ്രാധാന്യമുള്ള കളിത്തട്ടുകൾ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അതിൻ്റെ ഒരു ആവശ്യം സമൂഹത്തിന് ഇല്ലാതായി മാറിയിരിക്കുന്നു. ഇപ്പോൾ അത് അങ്ങനെയൊന്നുണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്താനായി, പുതുതലമുറയെ അറിയിക്കാനായി മാത്രം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സംരക്ഷിക്കാനായി വലിയ മനസ്സുള്ള ചില സംഘടനകളും ക്ഷേത്ര കമ്മിറ്റിക്കാരും സമൂഹത്തിലെ നല്ല ആൾക്കാരുമൊക്കെ ഉണ്ടെന്നുള്ളതാണ് അതിനൊരു സത്യം. ചില കളിത്തട്ടുകൾ ക്ഷേത്രങ്ങളുടെ തൊട്ടടുത്തായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിനും ഒരു കാരണമുണ്ടാകാം. ഈ ക്ഷേത്രങ്ങളാവുമ്പോൾ എപ്പോഴും ആളുകൾ വന്നു പോകുന്ന ഒരിടം കൂടിയാണ്. ആൾ സഞ്ചാരമുള്ള ഒരു സ്ഥലം നോക്കിക്കൂടിയാണ് ഈ കളിത്തട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഒരു നിർമ്മിതിയെ, ആ ഒരു ദീർഘവീക്ഷണത്തെ ആരൊക്കെ ചേർന്നാണോ അങ്ങനെ ഒരു പ്ലാൻ അക്കാലത്ത് സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഉണ്ടാക്കിയത്, അവരെ ആദരവോടെ ഓർക്കുകയാണ് നമ്മൾ. ഈ കളിത്തട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് തടിയാണ്. നല്ല കാതലുള്ള തടി. അന്നത്തെ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കാട്ടുതടിയായിരിക്കാം. ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുന്നു, ഓമല്ലൂരിനപ്പുറമുള്ള ഒരു കളിത്തട്ടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് കാട്ടുപ്ലാവാണെന്നാണ് വായിച്ചു കേട്ടത്. ഈ അടുത്ത സമയത്താണ് ഓമല്ലൂരെ അത് പുതുക്കി പണിതത്. ഈ മുല്ലൂർക്കുളങ്ങര ദേവീക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള കളിത്തട്ടും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമ്പല കമ്മിറ്റി പുതുക്കി പണിതിട്ടുണ്ട്. അതിൻ്റെ കാലുകൾ തടിയാണ്, അതിൻ്റെ മുകളിലോട്ടുള്ള 4 തൂണുകളും തടിയാണ്. ഇത്രയും കാലമായിട്ടും അത് ചിതറെടുത്ത് പോയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മേന്മയായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇരിക്കാനായിട്ട് പലക നിരത്തിയിട്ടുള്ള ഇരിപ്പിടം, കട്ടിയുള്ള പലകയാണ്. മുകളിൽ ഒരു മകുടത്തിലേക്ക് 28 കഴിക്കോലുകൾ ചേർത്ത് വച്ചിരിക്കുന്നു, ഒരു മണ്ഡപത്തിൻ്റെ ആകൃതിയിൽ. ഇത് ആദ്യമായി നിർമ്മിച്ച സമയത്ത് ഇത് ഓല വെച്ചായിരിക്കാം മേൽക്കൂര മേഞ്ഞിരുന്നത്. പിന്നീട് ഓടിൻ്റെ ഒരു കാലഘട്ടം വന്നപ്പോൾ ഓലയിൽ നിന്ന് അത് ഓടിലേക്ക് മാറ്റിയതായിരിക്കാം. കളിത്തട്ടിന് ഒരുപാട് കഥകൾ നമ്മളോട് പറയാനുണ്ടാകും. വർഷങ്ങളുടെ അവർ കണ്ടും കേട്ടതുമായ ഒരുപാട് കഥകൾ. എത്രയോ മനുഷ്യർ ഈ പലകപ്പുറത്ത് വന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഭാരം ഇറക്കി വെച്ച് കുറച്ചു നേരം ഉറങ്ങിപ്പോയിട്ടുള്ളവരുണ്ട്. നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അനുഭവിക്കാത്ത ഒരു കാലത്തിൻ്റെ നേർസാക്ഷ്യമാണ് ഓരോ കളിത്തട്ടുകൾ. പഴമയുടെ പെരുമ, ചുരുക്കി പറഞ്ഞാൽ പൈതൃക പെരുമ. നമുക്ക് വെയിറ്റിംഗ് ഷെഡുകളെ അറിയാം. ഇന്നത്തെ കാലത്തെ വിശ്രമ കേന്ദ്രങ്ങളാണത്. പ്രധാനപ്പെട്ട റോഡുകളോട് ചേർന്ന് അല്ലെങ്കിൽ ഗ്രാമീണ റോഡുകളിലെല്ലാം നമുക്ക് വെയിറ്റിംഗ് ഷെഡുകൾ കാണാൻ കഴിയും. ഈ കളിത്തട്ടുകളിൽ നിന്നും വഴിയമ്പലങ്ങളിൽ നിന്നും പറിച്ചു നട്ട ചില മാതൃകകളാണ് അതൊക്കെയെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല നമുക്ക് ഈ കളിത്തട്ടുകൾ കാണാൻ കഴിയുന്നത്. ശ്രീലങ്കയിൽ അമ്പലാമ എന്ന പേരിൽ കളിത്തട്ടുകൾ അറിയപ്പെടുന്നു. അവിടെ അമ്പലാമ എന്നാണ് എന്നെ വിളിക്കുന്നത്. അതുപോലെ നേപ്പാളിൽ പാറ്റി എന്ന് പറയുന്ന വിശ്രമ കേന്ദ്രങ്ങളുണ്ട്. അതും ഇതേ കാര്യങ്ങൾക്കായിട്ടാണ് അന്ന് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് BC 230 കാലഘട്ടത്തിൽ മൗര്യ രാജാക്കന്മാർ ഇതുപോലെ വിശ്രമ കേന്ദ്രങ്ങൾ അവിടുത്തെ ജനതയ്ക്കായിട്ട് പണിതിട്ടുണ്ട്. ഇങ്ങനെ മറഞ്ഞു പോകുന്ന കളിത്തട്ടുകളെക്കുറിച്ച് അറിഞ്ഞു വെക്കുന്നത്, അതിനെ നിലനിർത്തുന്നത്, ചില അടയാളങ്ങളായിട്ടെങ്കിലും നിലനിർത്തുന്നത് നാളത്തെ തലമുറയോട് നമ്മൾ കാണിക്കുന്ന ഒരു നന്മയാണ്. അല്ലെങ്കിൽ അവർക്കിതിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പറക്കോട് ശ്രീ മുല്ലൂർക്കുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലാണ് ഇപ്പോൾ ഈ കളിത്തട്ടുള്ളത്. അമ്പലക്കുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്
വയലുകൾ നീണ്ടു കിടക്കുന്ന വയലുകളെ നോക്കി ആ കളിത്തട്ട് അവിടെ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. കളിത്തട്ടിന് മുകളിലേക്ക് വളർന്നു നിൽക്കുന്ന ഒരു അരയാൽ മരം അവിടെയുണ്ട്. അതിൻ്റെ ഇലകൾ എപ്പോഴും കാറ്റിൽ ഇളകിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് ഈ കളിത്തട്ടിരിക്കുന്നത്. ഇന്നും ക്ഷേത്രത്തിൽ വരുന്നവരും അല്ലെങ്കിൽ ആ പഴമയെ ഓർക്കുന്നവരും ഈ കളിത്തട്ടിൽ വന്ന് കുറച്ചു നേരമെങ്കിലും ഇരിക്കാറുണ്ട്. എവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള സ്മാരകങ്ങൾ സംരക്ഷിച്ചു വെക്കുവാൻ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കമ്മിറ്റികളുടെ ഭാഗത്തു നിന്നും ഒരു സജീവമായ ശ്രമം ഉണ്ടാവണമെന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കളിത്തട്ടിനെ എല്ലാവർക്കും ഓർമ്മപ്പെടുത്താനും പരിചയപ്പെടുത്താനും കഴിഞ്ഞതിലുള്ള സന്തോഷം ട്രാവൽ ഡയറി പങ്കുവെക്കുകയാണ്. ഒരു പ്രദേശത്ത് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ചില കാര്യങ്ങളെ സമൂഹവുമായി സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയാണ് ട്രാവൽ ഡയറി ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് തുടർയാത്രയ്ക്ക് പ്രചോദനമേകുന്നതാണ്. എല്ലാവർക്കും ട്രാവൽ ഡയറിയുടെ നന്മകൾ നേരുന്നു. വീണ്ടും സന്ധിപ്പേ വരെ വണക്കം. നമസ്കാരം.